ഹേ ഗൈസ്, വൺ ലാസ്റ്റ് ടൈം, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ലാസ്റ്റ് ടൈം ഓർ നോട്ട്. എന്നാലും മറ്റൊരു വിജയ് പടം കൂടെ തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. കാണാൻ പോവാം. അങ്ങനെ സുഹൃത്തുക്കളെ, ജനനായകൻ എന്ന വിജയ് പടം കണ്ടിട്ട് ദാ വീട്ടിലേക്ക് വന്നു കയറിയിരിക്കുകയാണ്. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഓണറബിൾ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന ടൈറ്റിൽ കാർഡ് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വിജയുടെ ഫെയർവെൽ മൂവി എന്ന നിലയ്ക്ക് ഏറ്റവും ലാസ്റ്റ് ഒരു ഫൈനൽ എഡിറ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അത് കുറച്ച് എന്തോ ഒരു വിഷമം തോന്നും. ഇനി ഇങ്ങനെ ഒരാളുടെ പടം ഇനി കാണാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ഒരു ഇത്. ഇനി സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗവന്ത് കേസരി എന്ന് പറയുന്ന നമ്മുടെ ബാലയ്യ ചെയ്ത ഒരു പടത്തിന്റെ അതേ റീമേക്ക് തന്നെയാണ്. 50% ഭഗവന്ത് കേസരിയും ബാക്കി 50% കുറെ തമിഴ്നാട് പൊളിറ്റിക്സ് ഒക്കെ ചേർത്ത് വെച്ചിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു പടമാണ്. സിനിമ മൊത്തത്തിൽ ഒരു 3 മണിക്കൂറോളം ഉണ്ട്. അതിൽ അരമണിക്കൂറോളം ഈ പറഞ്ഞ പൊളിറ്റിക്സ്, ഡെമോക്രസി, അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ പോയി പടം ഒന്ന് ഡൗൺ ആകുമ്പോഴത്തേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് സീനിൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണിച്ച് ഒന്ന് കയറ്റിക്കൊണ്ടുവരും. ആ ഒരു രീതിക്കാണ് സെക്കൻഡ് ഹാഫിന്റെ ഒരു പോക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫിൽ ഇച്ചിരി എന്നല്ല, ഒരല്പം നല്ല രീതിക്ക് തന്നെ ലാഗ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്. ഇത് വിജയ്ക്ക് വേണ്ടി കാണാം. ഏറ്റവും ലാസ്റ്റ് ഒക്കെ കുറെ എந்திരം പോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തിനാ എന്തോ. എന്തായാലും വൺ ടൈം വാച്ചബിൾ. ഒരു ഉത്സവ പറമ്പിലിരുന്ന് ഗാനമേളൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ലേ, അങ്ങനെ കണ്ടു കളയാൻ പറ്റിയ ഒരു പടം, അത്രേ ഉള്ളൂ. പെർഫോമൻസ് വൈസ് വിജയ്, മമിത ബൈജു, സണ്ണി ഡിയോൾ എല്ലാം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന നിലയ്ക്ക്, ഒരു ഫെയർവെൽ മൂവി എന്ന നിലയ്ക്ക് വിജയ്ക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു നല്ല മൂവി ചെയ്തിട്ട് നിർത്താമായിരുന്നു എന്ന് തോന്നിപ്പോയി. എന്തായാലും പടം കാണാൻ താല്പര്യമുള്ളവർക്ക് തിയേറ്ററിൽ പോയി കാണാം. കാരണം പുള്ളിയുടെ പടത്തിൽ ആഘോഷിക്കാനുള്ള കുറെ എലമെന്റ്സ് എന്തായാലും ഉണ്ടാവും. ഡാൻസ് ആയിക്കോട്ടെ, ആക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാസ് സീൻ ആയിക്കോട്ടെ, ഗിമ്മിക്സുകൾ, അങ്ങനെ പല സാധനങ്ങളും ഉള്ള ഒരു പടം തന്നെയാണ്. ഒരു കൊമേഴ്ഷ്യൽ പടം തന്നെയാണ് ഇത്. താല്പര്യമുള്ളവർക്ക് തിയേറ്ററിൽ പോയി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.